നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ക്യാൻവ കോഴ്സിൻ്റെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്യാൻവ കൊണ്ട് എങ്ങനെയൊക്കെ പണം നേടാം എന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി ക്യാൻവയെ കുറിച്ച് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ക്യാൻവയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ മാത്രമാണ് ക്യാൻവ യൂസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ക്യാൻവയുടെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ നീട്ടി എല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുള്ളൂ. കാരണം ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻവയെ കുറിച്ച് നന്നായിട്ട് അറിയണം. അപ്പോൾ നമുക്കിന്ന് ക്യാൻവയുടെ കുറച്ച് ടൂൾസ്, ക്യാൻവയുടെ പ്രൈസിങ് പ്ലാൻസ് എല്ലാം വിശദമായിട്ട് നമുക്കൊന്ന് പറയാം. നമുക്കാദ്യം ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ സിസ്റ്റത്തിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ സമയത്ത് ഇങ്ങനെയാണ് ഒരു ഇൻ്റർഫേസ് വരിക. അതിൽ മേലെ നിങ്ങൾ നോക്കൂ, ഡിസൈൻ, സ്പോട്ട്ലൈറ്റ്, ബിസിനസ്, എഡ്യൂക്കേഷൻ, പ്ലാൻ ആൻഡ് പ്രൈസിങ്, ലേൺ, ഇങ്ങനെയൊക്കെ കാണാം. ഇതിൽ പ്രധാനപ്പെട്ട ടൂൾസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതുപോലെ ലെഫ്റ്റ് സെഷനിൽ നമുക്ക് മാജിക് സ്റ്റുഡിയോ, പ്രോജക്ട്സ്, ടെംപ്ലേറ്റ്സ്, ബ്രാൻഡ്, ആപ്സ്, ക്ലാസ് വർക്ക്, ഇൻവൈറ്റ്, അങ്ങനെയൊക്കെ പലതും കാണാം. അപ്പോൾ അതൊക്കെ നമുക്ക് കാര്യപ്പെട്ടതൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഡിസൈൻ സ്പോട്ട്ലൈറ്റ് എന്നുണ്ട്. ഡിസൈൻ സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ ഫുള്ളായിട്ട് കാണിക്കുന്നത്. വിഷ്വലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഉണ്ട്, പ്രിൻറ്റിനുള്ളതുണ്ട്, മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ട്. ഇതിലെല്ലാം നമുക്കിതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്ക് വിഷ്വൽ സ്യൂട്ട് നോക്കാം. വിഷ്വൽ സ്യൂട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വിഷ്വൽ സ്യൂട്ട് എന്തൊക്കെയാണ്, അതിൽ കുറേ കാര്യങ്ങൾ പറയും. ഇതിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, AI പവേർഡ് മാജിക് റൈറ്റ്. ഇപ്പോൾ AIയുടെ ഒരു കാലമാണല്ലോ. ഇപ്പോൾ AI ഇവിടെയും അപ്ലിക്കബിൾ ആണ്. AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ വരും. പെട്ടെന്ന് കണ്ടില്ലേ. ഇപ്പോൾ മാജിക് റൈറ്റ് ആണ്, നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എന്തെങ്കിലും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതായി വരും. കണ്ടില്ലേ. ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഗ്രാഫൊക്കെ ഇവിടെ കണ്ടില്ലേ, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഗ്രാഫ് വരയ്ക്കുക, ഗ്രാഫിൻ്റെ കോളത്തിൻ്റെ എണ്ണം അതൊക്കെ ഇങ്ങനെ വരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ നമ്മൾ എഴുതി കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക്കലി അതായി വരും. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ വേറെ എവിടെയെങ്കിലും നമുക്ക് കിട്ടുമോ? ഒരിക്കലുമില്ല. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ ആണെങ്കിലും വേർഡ് ആണെങ്കിലും ഒക്കെ നമുക്കൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ട്രാൻസ്ഫോം ഡോക്ക് ഇൻ ടു ടെക്സ്റ്റ് വെബ്സൈറ്റ്, ഡോക്യുമെൻറ്റിനെ വെബ്സൈറ്റ് ആക്കി മാറ്റുക. അതുപോലെ ഇമേജ്, വീഡിയോ, എംബെഡ്സ് കിട്ടുക. അതുപോലെ ബ്യൂട്ടിഫുൾ ഡാറ്റ വിഷ്വലൈസേഷൻ, ഡാറ്റകളെ വിഷ്വലൈസ് ചെയ്ത് മാറ്റുക. അതുപോലെ ബ്രാൻഡ് കിറ്റ്, ഇതൊക്കെ ചെയ്യുക. അങ്ങനെ ഒരു ബ്രാൻഡുള്ള ആളാണെങ്കിൽ അയാൾക്ക് ബ്രാൻഡ് കിറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ. ഇങ്ങനെ ഒരുപാട് നിരവധി സംഗതികളാണ് ഈ വിഷ്വൽ സ്യൂട്ടിൽ വരുന്നത്. അതേപോലെ ഡോക്സ്, പ്രസൻറ്റേഷൻ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് ഇവിടെ വേറൊരു രൂപത്തിൽ കാണിക്കുക എന്ന് മാത്രം. ഇപ്പോൾ നമുക്ക് PDF എഡിറ്റർ, നിങ്ങളുടെ അടുത്തൊരു PDF ഉണ്ട്. ആ PDF നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ PDF എഡിറ്റർ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ കഴിയും. ഗ്രാഫുകൾ, ചാർട്ടുകൾ വരയ്ക്കാൻ കഴിയും. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളാണെങ്കിൽ അപ്പോൾ അയാൾക്ക് ഒരു ഗ്രാഫൊക്കെ വരയ്ക്കണം. ഇപ്പോൾ ഡയഗ്രാംസ്, അങ്ങനത്തെ കോളങ്ങളൊക്കെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഗ്രാഫ്സ് ആൻഡ് ചാർട്ട് എടുത്തിട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ഗ്രാഫുകളും ചാർട്ടുകളും ഉണ്ടാവും. ആ ഗ്രാഫ് മേക്കർ എടുക്കുക, നിങ്ങൾക്ക് വേണ്ട ഒരു ഗ്രാഫ് ഏതാണോ അതിവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് കൊടുക്കുക. ക്രിയേറ്റ് മൈ ഗ്രാഫിനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗ്രാഫ് ഏതാണ്, ഇപ്പോൾ ഏത് ഗ്രാഫാണ് എനിക്ക് വേണ്ടതെന്നുണ്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക, ഇത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഏതൊക്കെ പലതരത്തിലുള്ള ഗ്രാഫുകൾ നമുക്കിവിടെ കാണിക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് വേണ്ട ഗ്രാഫ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് തരത്തിലുള്ള ഗ്രാഫുകളും ഇവിടെ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക. പല രീതിയിലുള്ള ഗ്രാഫുകൾ കാണാം. ഇപ്പോൾ ഇങ്ങനത്തെ ഗ്രാഫാണ് വേണം, ബാർ ഗ്രാഫാണ് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കുക, ബാർ ഗ്രാഫ് എടുക്കുക. ബാർ ഗ്രാഫ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാർ ഗ്രാഫ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ ഓട്ടോമാറ്റിക്കലി സെറ്റായി വരും. കണ്ടില്ല, ഈ രൂപത്തിലുള്ള നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടെംപ്ലേറ്റ്സ് ആണ്. ഇത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രൂപത്തിൽ വരും. നമുക്ക് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിത് പരിചയപ്പെടുത്തുന്നതിന് ചിലതൊക്കെ ഓരോരുത്തർക്ക് ആവശ്യമായിട്ടുള്ള, എല്ലാവരും ആവശ്യം വരുന്നില്ല. പക്ഷെ പലർക്കും പലതായിരിക്കും ആവശ്യമില്ല. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ഗ്രാഫ് വരും.
ഈ ഗ്രാഫ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഇവിടെ ജിറാഫ്, അതുപോലെ ആഫ്രിക്കൻ എലഫന്റ്, അങ്ങനെ അങ്ങനെ ഓരോന്നും കാണുക. അതിന്റെ സെന്റിമീറ്റർ മീറ്റർ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ജിറാഫിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി കൊടുക്കണം. 5.8 എന്നുള്ളത് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 40 ആക്കി കൊടുക്കുക. അതിന്റെ മാറ്റങ്ങൾ ഇവിടെ വരും. കണ്ടില്ലേ? 40 നമുക്ക് 4 ആക്കിയാലോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. 30 ഉള്ളത് 10 ആക്കി കൊടുത്താൽ അതിന് മാറ്റങ്ങൾ വരും. ഓട്ടോമാറ്റിക് ആണ്. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട, ബുദ്ധിമുട്ടി ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്കെ ഇവിടെ മാറ്റം വരുന്നത്. അതിന് നമുക്ക് എഡിറ്റ് ചെയ്യാം, എല്ലാം എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിശദമായിട്ട് ഇങ്ങനെ പറയാം. ഇങ്ങനെ ഗ്രാഫ് മേക്കിങ് എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. പല രീതിയിലുള്ള ഗ്രാഫ് ഉണ്ടല്ലോ. ഇപ്പോൾ ഗ്രാഫുകൾ ബാലൻസ്, സ്കോർ കാർഡ്, ബാർ ഗ്രാഫ്, ബ്ലോക്ക് ഡയഗ്രാം, ബബിൾ മാപ്പ്, കമ്പാരിസൺ ചാർട്ട്, കോൺസെപ്റ്റ് മാപ്പ്, ഇങ്ങനെ ഒരുപാട് മാപ്പ് ചാർട്ടുകളുണ്ട്, ഗ്രാഫുകളും എല്ലാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഗ്രാഫുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഉണ്ട്, വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, യൂട്യൂബ് വീഡിയോ എഡിറ്റർ, ഫോട്ടോ എഡിറ്റർ, ഫോട്ടോ കൊളാഷുകൾ ഉണ്ടാക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു കുട്ടിയുടെ പിക്ചർ ഡൗൺലോഡ് ചെയ്തു. അത് കുട്ടിയുടെ ചുറ്റുമുള്ള സ്ഥലം നമുക്ക് ആവശ്യമില്ല, കുട്ടിയുടെ ഫോട്ടോ മാത്രം മതി. അപ്പോൾ അതെങ്ങനെ, നമ്മൾ സാധാരണ ഫോട്ടോഷോപ്പിലൊക്കെ ആണെങ്കിൽ അത് നമുക്കൊരു മാഗ്നറ്റിക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കലാണ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന ഓപ്ഷൻ ഇതിലുള്ളതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ പിക്ചറാണ് വേണ്ടതെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ കൂടെ എടുക്കുക. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇതിലേക്ക് ഞാനൊരു പിക്ചർ ആഡ് ചെയ്തിട്ട് ആ പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ഉദാഹരണം നമുക്കൊരു പിക്ചർ വേണം, ഒരു സ്കൂൾ ബോയ്, അല്ലെങ്കിൽ ഫ്ലവർ ആക്കാം. ഫ്ലവർ നോക്കാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റിയ ഇമേജ് ആണെങ്കിലാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഇമേജ് എടുക്കാം. ഈ ഇമേജ് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുന്നു. അതിനുശേഷം അത് ഇതിൽ അപ്ലോഡ് ചെയ്ത്, ഇമേജ് കിട്ടുന്നില്ലല്ലോ, നോക്കാം. ഈ ഇമേജ് എടുക്കാം. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലാക്ക് കളറൊക്കെ നമുക്ക് ഒഴിവാക്കണം. നമ്മൾ സേവ് ചെയ്തു. ഇനി നമ്മൾ ഈ പിക്ചറിനെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് കേട്ടോ. വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ പിക്ചറുകൾ എടുക്കാം. ഇപ്പോൾ കുട്ടിയുടെ പിക്ചറുകളുണ്ട്. അത് ലോഡായി വരുമ്പോഴേക്കും ഒരുപാട് ടൈം പോകും. ഈ പിക്ചർ നമ്മൾ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. എന്ത് ചെയ്യും? എഡിറ്റ് ഇമേജ് എടുക്കുക. എഡിറ്റ് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഇവിടെ BG റിമൂവർ കാണാം. ഇതെടുത്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കളയാം. വളരെ ഈസി ആയിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ വേറെ ഉണ്ട്. ഇത് മാജിക് ഇറേസർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ആവശ്യമുള്ള ഭാഗങ്ങൾ റിമൂവ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇത്രയും ഭാഗം വേണ്ട, നമുക്ക് ഈ ക്ലാസ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മായ്ച്ചു കളയാം. ആ ഓപ്ഷനൊക്കെ ഇതിലുണ്ട്. മാജിക് എഡിറ്റ്, എക്സ്പാൻഡ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്, ഗ്രാബ് ടെക്സ്റ്റ് ഉണ്ട്, മാജിക് ഗ്രാബ് എല്ലാം ഉണ്ട്. എല്ലാത്തിലും ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. എല്ലാ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതാണ് ഈ ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവിങ് ആണ്, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ. അങ്ങനത്തെ ഓപ്ഷൻ. ഇനി പ്രിന്റ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ബിസിനസ് കാർഡുകൾ, ഇൻവിറ്റേഷൻ കാർഡുകൾ, മഗ്സ്, നമ്മളെ കോപ്പുകൾ, ഈ കപ്പുകളിൽ പ്രിന്റ് ചെയ്യുന്ന സംഭവങ്ങൾ, ടീഷർട്ട്, ഹുഡീസ്, കലണ്ടർ, ലാബിൽ, അതൊക്കെ ഇതിലുണ്ട്. എല്ലാം ഉണ്ട്. മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ലോഗോസ്, ലോഗോ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഫ്ലയർ ഉണ്ടാക്കാൻ പറ്റും. ബ്രോഷറുകൾ, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, വെബ്സൈറ്റുകൾ, സ്റ്റിക്കറുകൾ, യാർഡ് സൈസ്, QR കോഡ് ജനറേറ്റർ എല്ലാം അവൈലബിൾ ആണ്. എല്ലാം ഒറ്റ കുടക്കീഴിലാണ് കിട്ടുന്നത്. ഇതിപ്പോ പേഴ്സണൽ ആയിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള ക്യാൻവ എന്റർപ്രൈസ്, ക്യാൻവ ടീംസ്, കോൺടാക്ട് സെയിൽസ്, അവർക്കുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ്, ക്രിയേറ്റീവ് ഏജൻസി, സെയിൽസ്, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ഇത്രയും ഭാഗങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇനി എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്റ്റുഡൻസിന് ടീച്ചിങ് റിസോഴ്സസ്, ടീച്ചേഴ്സ് ആൻഡ് സ്കൂൾസ്, പിന്നെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, കേസ് സ്റ്റഡീസ്, ഹയർ എഡ്യൂക്കേഷൻ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ ടൂൾസും നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഉള്ളത് ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾ കാണുന്നുണ്ടെങ്കിൽ പ്രോജക്ട്സ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ കാണാം. നമ്മൾ പിന്നെ നമുക്ക് ആവശ്യമായ ടെംപ്ലേറ്റ്സ് കിട്ടാൻ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്യാം. നമുക്കൊരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ ആ ബ്രാൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ കഴിയും. ആപ്സ്, ഒരുപാട് ആപ്സ് നമുക്ക് ഇതിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ആ ആപ്സ് ഒക്കെ ആപ്സിൽ കാണാൻ കഴിയും. ഗൂഗിൾ ആപ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഡിലീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാഷിൽ കാണാൻ കഴിയും. ട്രാഷ്, ഇതാണ് സൈഡിലുള്ള ബാർ. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ടെല്ലാം പറയാം. ഇനി പറയാൻ പോകുന്നത് ക്യാൻവയുടെ യൂസിങ് എങ്ങനെയായിരിക്കുന്നതാണ്. ക്യാൻവയെ കുറിച്ച് നമ്മൾ ഒരുപാട് വാദവരാതെ പറഞ്ഞു എന്നല്ലാതെ ക്യാൻവ ഫ്രീ ആണോ, പണം കൊടുക്കണോ, ഇതൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പൊ അതാണ് ഈ പറയാൻ പോകുന്നത്. ക്യാൻവ പ്രൈസിങ്. ക്യാൻവ നമുക്ക് സാധാരണ രീതിയിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് ലൈഫ് ടൈം ആയിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ് ലിമിറ്റേഷൻസ്? അതിന് കുറച്ച് കാര്യങ്ങളെ കിട്ടുള്ളൂ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 1 മില്യൺ ഡിസൈൻ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. ഈസി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പ്രിന്റർ, ഒരുപാട് 3 മില്യൺ പ്ലസ് സ്റ്റോക്ക് ഫോട്ടോസ് എല്ലാം ഉണ്ടാവും. അതുപോലെ 5 GB ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ടാവും. ഇതൊക്കെ കിട്ടുമെങ്കിലും ചില ക്യാൻവ പ്രീമിയം ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പ്രീമിയം ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ്, അതുപോലെ പ്ലഗിൻസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ടെംപ്ലേറ്റ്സുകൾ, പോസ്റ്ററുകളൊക്കെ നമുക്ക് എല്ലാം കിട്ടണമെന്നില്ല. പ്രീമിയം ടെംപ്ലേറ്റ്സ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാടുണ്ട്. പ്രീമിയം ആണെങ്കിൽ അതിനെ പ്രോ എന്ന് കാണിച്ചിട്ടുണ്ടാവും, PRO എന്ന് കാണിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ഒരിക്കലും ഫ്രീ ആയിട്ടുള്ള വെർഷനിൽ പണം കൊടുക്കാത്തതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ക്യാൻവ പ്രോ ഉണ്ട്. ക്യാൻവ പ്രോ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തിന് 4000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഉപയോഗിക്കാം. അതിന് കണക്കൊന്നുമില്ല. 1 TB ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, അതൊക്കെ കിട്ടും. പിന്നെ ക്യാൻവ ടീംസ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് 3500 ഒരാൾക്ക് 3500 വെച്ചിട്ട് കൊല്ലം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ടീമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിൽ ക്യാൻവയിൽ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരെ രജിസ്റ്റർ ചെയ്ത് തരുന്നതാണ്. ഇങ്ങനെയാണ് ക്യാൻവയുടെ ഒരു ഇൻഡിവിജ്വൽ ടീമുമായി ബന്ധപ്പെട്ട ഇത് കിട്ടാറുള്ളത്. എന്നാൽ ഇതിപ്പോൾ 4000 രൂപ ഒരാൾക്ക് ഒരു കൊല്ലത്തിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആവുന്നില്ല. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ക്യാൻവ ഒരു പ്രത്യേകമായിട്ടുള്ള ഓഫർ വെച്ചിട്ടുള്ളത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം. എഡ്യൂക്കേഷൻ ആകുമ്പോൾ അവിടെ ടീച്ചർ ഉണ്ടാവും, സ്റ്റുഡൻറ് ഉണ്ടാവും. ടീച്ചർ ആകുമ്പോൾ പഠിപ്പിക്കുന്ന ആളാണ്, സ്റ്റുഡൻ്റ് ആകുമ്പോൾ പഠിക്കുന്ന ആളാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ക്യാൻവ ഫ്രീ ആയിട്ടാണ് ആക്സസ് കൊടുക്കുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുകൊണ്ടുള്ള മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് 1 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു വട്ടം പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ലൈഫ് ടൈം ആയിട്ട് ഈ ടീച്ചർ എന്നാണ് നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കുന്നത് അത്രയും കാലത്തോളം നിങ്ങൾക്ക് അത് ലൈഫ് ടൈം ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ക്യാൻവ ടീച്ചർ അക്കൗണ്ടാണ്. അപ്പൊ എനിക്കിവിടെ ഇൻവൈറ്റ് മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും.
നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് നിങ്ങളിതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. അപ്പം അതുകൊണ്ട് മെച്ചം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു വട്ടം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം ആയിട്ട് ക്യാൻവ ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യുന്നതാണ്. 199 രൂപക്കാണ് നമ്മൾ ലൈഫ് ടൈം ആക്സസ് കൊടുക്കുന്നത്. ഇനി അത് വേണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളത് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രീമിയം കണ്ടന്റ്സ് ഒന്നും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പറ്റില്ല. എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ അവിടെ വാട്ടർമാർക്ക് കാണിക്കും. ക്യാൻവ പോസ്റ്റ് നിറയെ ക്യാൻവ കാണിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നിങ്ങൾ 199 രൂപ ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് ക്യാൻവ പ്രീമിയം ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് തീരുമാനിക്കാം ക്യാൻവ പ്രീമിയം വേണോ ക്യാൻവ ഫ്രീ വേണോ എന്നുള്ളതൊക്കെ. ഓക്കെ, ഇതാണ് ക്യാൻവയുടെ ഒരു പ്രൈസിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് ക്യാൻവ പഠനാവശ്യാർത്ഥം സംവിധാനിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആ എഡ്യൂക്കേഷൻ മുഖാന്തരം എല്ലാവർക്കും നല്ല ഏറ്റവും ചെറിയൊരു പൈസക്ക്, അഫോർഡബിൾ ആയിട്ടുള്ള പൈസക്ക് ക്യാൻവ മുഴുവനായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. അതിലെല്ലാം കിട്ടും. 199 രൂപ ചെലവഴിച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് കിറ്റ് കിട്ടൂല, ബാക്കിയൊക്കെ കിട്ടും. ബ്രാൻഡ് കിറ്റോട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് മലയാളം ഫോണ്ട് വേണം, എല്ലാം കിട്ടും. നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം ഫോണ്ട് കിട്ടും. 200 മലയാളം ഫോൺസ് ഉണ്ട്. ആ ഫോൺസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എല്ലാ ടെംപ്ലേറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വീഡിയോ എഡിറ്റ് ചെയ്യാം, പോസ്റ്ററുകൾ ഉണ്ടാക്കാം. ഒരുപാട് പണം ഇതുകൊണ്ട് ഉണ്ടാക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നാളെ മുതൽ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് എഡിറ്റിംഗ് ആരംഭിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാം. താങ്ക് യു.